നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെന്ത് ചെയ്താലും ഈ പറഞ്ഞ പോലെ ഷുഗർ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശിക്ഷ കിട്ടാൻ ശിക്ഷിക്കപ്പെടും, പെടണമല്ലോ. നമ്മുടെ ഒരു അറിയപ്പെടുന്ന ഒരു ആളായിരുന്നല്ലോ ദിലീപ്. വിധിക്കനുസരിച്ച് അദ്ദേഹത്തോടുള്ളൊരു നിലപാട് അതിനനുസരിച്ച് ആൾക്കാർ എടുക്കട്ടെ. നെഗറ്റീവാണെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആർക്കാണ് അർഹതപ്പെട്ടവർക്ക് ശിക്ഷ കിട്ടട്ടെ. ദിലീപാണ് പ്രതിയെങ്കിൽ ദിലീപിന് അതിൻ്റെ ശിക്ഷ കിട്ടട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതി ആരാന്ന് അവർക്കാണ് ശരിക്കും ശിക്ഷ കിട്ടേണ്ടത്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളും സമൂഹത്തിൽ പ്രമുഖരായതുകൊണ്ട് വിധി എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ബയാസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആവാതെ ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ. എത്ര വലിയ ഉന്നതരാണെങ്കിലും അതിൽ ജെന്യുവിനായിട്ടുള്ളൊരു വിധി വരട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ വിധി വരികയാണ് ഈ ഡിസംബർ 8-ന്. നമുക്കറിയാം നടൻ ദിലീപ് ഈ കേസിലെ 8ാം പ്രതിയാണ്. പൊതുജനങ്ങളോട് ചോദിക്കാം, ദിലീപ് ശിക്ഷിക്കപ്പെടുമോ അതോ ഇല്ലയോ എന്നുള്ളത്. അനുകൂലമായിട്ടുള്ള വിധി വരട്ടെ. അതായത് അതിൽ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തൊരു ആളാണ്. ഇപ്പോൾ ആക്ട്രസ് ആണെങ്കിലും ആരാണെങ്കിലും അവരൊരു സ്ത്രീയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെയും മുന്നോട്ട് വരാൻ മോട്ടിവേഷൻ ആയ ഒരാളാണ്. അപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളും സമൂഹത്തിൽ പ്രമുഖരായതുകൊണ്ട് വിധി എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ബയാസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആവാതെ ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ. എത്ര വലിയ ഉന്നതരാണെങ്കിലും അതിൽ ജെന്യുവിനായിട്ടുള്ളൊരു വിധി വരട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. അവരെന്ത് ചെയ്താലും ഈ പറഞ്ഞ പോലെ ഷുഗർ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ ഇവിടെ ഈയിടെ ഒരു പൊളിറ്റീഷ്യനും ഈ അലിഗേഷനിൽ വന്നിട്ടുണ്ടല്ലോ. അവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവർ ഇത്രയും ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫും തമ്മിൽ ആൾക്കാർക്ക് ഇപ്പോഴും വേർതിരിച്ച് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോഴും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ റിലീസാകാൻ പോകുന്നെന്ന് പറയും. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ വിധി എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടായിരിക്കും. അതൊക്കെ ഈ പറഞ്ഞ ഒരു തെറ്റായ മെസ്സേജാണ് കൊടുക്കുന്നത്. ഒരു വിധി വരണം, അതിനെതിരെ ആൾക്കാർ എന്താ പറയുക മുന്നോട്ട് വിധിക്കനുസരിച്ച് അദ്ദേഹത്തോടുള്ളൊരു നിലപാട് അതിനനുസരിച്ച് ആൾക്കാർ എടുക്കട്ടെ. നെഗറ്റീവാണെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ദിലീപിന് അർഹിക്കുന്നത്, ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അർഹിക്കുന്ന ശിക്ഷ കിട്ടാൻ സിനിമാലോകം ഈ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സ്ഥാനത്ത് ദിലീപിന് വലിയ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും എവിടേക്കോ പിടിച്ച് കയറാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി ആൾക്കാർ സഹായിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാനത്ത് നേരെ തിരിച്ച് അതിജീവിതയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ഇല്ല. ചുരുക്കം ഈ 8 വർഷത്തിനോടിടയിൽ 1-2 സിനിമകളായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. അതും വളരെ ഇതായിട്ട് പോയ ഹിറ്റൊന്നും ഒരു രീതിയിലും ആയില്ല. അത്രയും നല്ല ഒരു നടിയായിരുന്നു. ഇന്ന് എവിടെ എത്താമെന്നായിരുന്നു, പക്ഷേ എത്താൻ സാധിച്ചില്ല. അതിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ട് ശിക്ഷിക്കപ്പെടണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യ തെളിവുകളൊക്കെ അതിൽ ദിലീപ് ഒരു കുറ്റക്കാരനാണെന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ദിലീപ് അതിൽ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ശിക്ഷിക്കപ്പെടും, പെടണമല്ലോ. നമ്മുടെ ഒരു അറിയപ്പെടുന്ന ഒരു ആളായിരുന്നല്ലോ ദിലീപ്. ശിക്ഷിക്കപ്പെടുത്തില്ല എന്നാണ് തോന്നുന്നത്. ടു ബി ഫ്രാങ്ക് ആരുടെയും ഭാഗത്ത് നിൽക്കുന്നില്ല. പക്ഷേ സത്യം ചെയ്യിക്കട്ടെ എന്ന് തോന്നുന്നു. ശിക്ഷിക്കപ്പെടുത്തില്ല തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ പോലും സത്യസന്ധമായൊരു വിധിയാണെങ്കിൽ നടിക്ക് അനുകൂലമായിട്ട് തന്നെ വരാൻ സാധ്യത ഉള്ളൂ. അങ്ങനെ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വരണം. ഒരു കാലത്ത് ദിലീപ് നമ്മുടെ മലയാള സിനിമയെ അത്ര സ്ട്രോങ് ആയിട്ട് നിന്നാണ്. അപ്പം എന്നിട്ടും പുള്ളി എല്ലാവരും നമ്മളെല്ലാ മലയാളികളും വിശ്വസിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ്. എൻ്റെ ഭാഗം അത് തന്നെയാണ്. ചെയ്തിട്ടുണ്ട്, ശിക്ഷിക്കപ്പെടണം, അതാരാണെങ്കിൽ. ഈയിടെ ഏതൊരു TV ഷോയിലൊരു നടി പറയുന്നത് കേട്ടു, ശരിക്കുള്ളത് പുറത്ത് വരട്ടെ എന്നിട്ട് പോരെ എന്നുവെച്ചാൽ ഒരു സപ്പോർട്ടില്ല. നടിമാരുടെ ഭാഗത്തുനിന്ന് പോലും ഒരു സപ്പോർട്ടില്ല. ഇതിൻ്റെ വിധിയായിട്ട് ബന്ധപ്പെട്ട് നമ്മളെന്ത് പറയാൻ, അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണ് നിയമം, അതായത് യാഥാർത്ഥ്യം എന്താണ് അത് തെളിയിക്കപ്പെട്ട് ആർക്കാണ് അർഹതപ്പെട്ടവർക്ക് ശിക്ഷ കിട്ടട്ടെ. ദിലീപാണ് പ്രതിയെങ്കിൽ ദിലീപിന് അതിൻ്റെ ശിക്ഷ കിട്ടട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതി ആരാന്ന് അവർക്കാണ് ശരിക്കും ശിക്ഷ കിട്ടേണ്ടത്. ലീഗൽ സിസ്റ്റത്തിന് നമുക്ക് ബേസിക്കലി വിശ്വസിക്കാനുള്ളൊരു വകുപ്പില്ല നിലവിൽ. കാരണം എങ്ങനെയും ടാമ്പർ ചെയ്യാനും ഓൾറെഡി നമുക്ക് ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഓൾറെഡി അവെയറാണ് എത്രത്തോളം ടാമ്പറിങ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടെന്ന്. അതിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ഓരോ ഘട്ടത്തിലും വന്നിട്ടുള്ളതാണ്. ഒരു പെൻ ഡ്രൈവ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി വന്നിട്ടുള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഇതിനൊന്നും തടയാനോ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ട് പോലും എത്രത്തോളം ഫാബ്രിക്കേറ്റഡ് ആയിരിക്കും ഈ വിഷയം എന്ന് കണക്കാക്കാനൊന്നും ഒരു ലീഗൽ സിസ്റ്റത്തിൻ്റെ അകത്തൊന്നും നിലവിലില്ല. അതുകൊണ്ട് തന്നെ വിധി എത്തരത്തിൽ വന്നാലും ഇപ്പം ദിലീപിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അല്ലെങ്കിൽ സർവൈവർക്ക് അനുകൂലമായിട്ട് ആണോ എങ്ങനെയാണ് വരിക എന്ന് പ്രഡിക്റ്റബിൾ അല്ല ആ നിലയ്ക്ക് ടെക്നിക്കലി. പക്ഷേ ഇറ്റ്സ് മോശമായിട്ടുള്ള വിധിയാണ് വരുന്നതെങ്കിൽ അത് എക്സ്പെക്റ്റഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിസ്റ്റത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം സിസ്റ്റം അത്രയും പാട്രിയാർക്കലായിട്ടുള്ള സിസ്റ്റത്തിൽ സ്വാഭാവികമായിട്ടും പവറുള്ള ആൾക്കാർക്ക് വേദികളും ഒക്കെ ഉണ്ടാവുകയും പവർലെസ് ആയിട്ടുള്ള ഏത് ജെൻഡറിലും പെട്ട ആൾക്കാരാണെങ്കിലും അത് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ ഒരു ഇൻസിഡൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്.